എല്ലാവർക്കും നമസ്കാരം. റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ റിപ്രൊഡക്ഷൻ എന്താണെന്നും വിവിധ തരത്തിലുള്ള റിപ്രൊഡക്ഷൻ, പിന്നെ ലൈഫ് സ്പാൻ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷനിലെ പ്രധാനമായ ഒരു കാര്യം എന്താണ്? ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് അല്ലേ? ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരേണ്ടത്. കാരണം നമ്മൾ റീപ്രൊഡക്ഷൻ്റെ വേറൊരു തരമായ എസെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടതാണ്. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ്? അവിടെ ഒരു പാരൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗാമേറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ എപ്പോഴും നടക്കണം എന്നൊന്നുമില്ല. ഗാമേറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ നടന്നാലും അവിടെ എന്ത് നടക്കുന്നില്ല? ഫ്യൂഷൻ നടക്കുന്നില്ല അല്ലേ? അപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവാൻ തന്നെ കാരണം അവിടെ എന്താണ് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെയിൻ പോയിന്റ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചതാണ് അല്ലേ? പിന്നെ വേറെ നമ്മൾ കമ്പാരിസണൊക്കെ കണ്ടതാണ് എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിൽ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനെ അപേക്ഷിച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് എ വെരി കോംപ്ലക്സ് ആൻഡ് സ്ലോ പ്രോസസ്സ് അല്ലേ? അപ്പോൾ കോംപ്ലക്സ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇതിനെ വിവരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആക്കി തിരിക്കുന്നു. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്, അതായത് 3 സ്റ്റേജസ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, അതിൽ ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇവൻറ്റ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്നുള്ള അറിയപ്പെടുന്നത് എന്താണ്? ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അങ്ങനെ പറയാനുള്ള കാരണം ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുമോ അല്ലേ? വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ? വാട്ട് ആർ ദ സ്റ്റേജസ് എന്നായിരിക്കില്ല കാണുക. അപ്പോൾ ഇവൻറ്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ? അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇവൻറ്റ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, സെക്കൻഡ് ഇവൻറ്റ് ഫെർട്ടിലൈസേഷൻ, തേർഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ് നടക്കുന്നത്? ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. അപ്പോൾ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്? ആ ഫെർട്ടിലൈസേഷനെ വെച്ചുകൊണ്ടാണ് നമ്മൾ 3 സ്റ്റേജസ് ആക്കി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഒരു ഇവൻ്റ് ആണെങ്കിൽ ഫെർട്ടിലൈസേഷന് മുന്നേയുള്ള ഇവൻറ്റിനെ എന്തറിയപ്പെടുന്നു? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. ആൻഡ് ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഇവൻറ്റിനെ എന്തായിട്ട് അറിയപ്പെടുന്നു? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അല്ലേ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. അപ്പോൾ ഗാമേറ്റ് ഫ്യൂഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്തൊക്കെ ഉണ്ടാവണം? ഗാമേറ്റ്സ് ഉണ്ടാവണം അല്ലേ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗാമേറ്റ്സ് ഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓഫ് സ്പ്രിങ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഏതിൽ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നായിട്ട് കാണാം. എന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പിലും വരുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗാമറ്റോജെനസിസ്. എന്താണ് ഗാമറ്റോജെനസിസ്? ഈ ടേം നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. ചോദ്യങ്ങൾ ചോദിക്കാം. ബൈ ഹാർട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കണം അല്ലേ? ഗാമറ്റോജെനസിസ്, ദെൻ ഗാമേറ്റ് ട്രാൻസ്ഫർ. ഗാമറ്റോജെനസിസ് ആൻഡ് ഗാമേറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കാണാം. ഗാമറ്റോജെനസിസ് ഓർമ്മ വേണം. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലെ 2 സ്റ്റേജസ് ആണ് ഗാമറ്റോജെനസിസ് ആൻഡ് ഗാമേറ്റ് ട്രാൻസ്ഫർ. നെക്സ്റ്റ്, process of formation of gametes is male and female gametes is known as എന്തായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക? ഗാമേറ്റ്സിനെ ഉണ്ടാകുന്ന ഗാമേറ്റ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഗാമറ്റോജെനസിസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് മുന്നേ ഉള്ളതാണ്.
ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ് ആണ്. അങ്ങനെ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ആരുണ്ടാവണം? ഗമേറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഗമേറ്റ്സ് ഉണ്ടാവുന്ന പ്രോസസ്സാണ് എന്തെന്ന്? ഗമറ്റോജെനസിസ്. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലെ ഫസ്റ്റ് സ്റ്റേജാണ് എന്തെന്ന്? ഗമറ്റോജെനസിസ്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ്. ഗമേറ്റ്സ് ആണ് അല്ലേ, ഗമേറ്റ് അല്ല, ഗമേറ്റ്സ്. ഗമേറ്റ്സ് എന്ന് പറയുമ്പം അവിടെ എന്താണ്? 2 ടൈപ്സ് ഓഫ് ഗമേറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ്? മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ് അല്ലേ. ഒന്നിക്കൽ അത് മെയിൽ പാരൻറ്റും, ഒന്ന് മെയിൽ പാരൻ്റ് ഫീമെയിൽ പാരൻ്റ് ആവാം, അല്ലെങ്കിൽ വൺ ഓർഗാനിസം തന്നെ ബോത്ത് ടൈപ്പ് ഓഫ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗമറ്റോജെനസിസ്. ഇനി അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരത്തിലേക്ക് പോവാം. അപ്പോൾ ഗമറ്റോജെനസിസിന് ഭാഗമായിട്ടുണ്ടാകുന്ന റിപ്രൊഡക്റ്റീവ് സെൽസ് ആണ് എന്തെന്ന്? ഗമേറ്റ്സ്. ഗമേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റിപ്രൊഡക്റ്റീവ് സെൽസ് അല്ലേ. മെയിൽ പാരൻറ്റിൻ്റെ റിപ്രൊഡക്റ്റീവ് സെല്ല്, ഫീമെയിൽ പാരൻറ്റിൻ്റെ റിപ്രൊഡക്റ്റീവ് സെൽസ്. അതിന് കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ഗമേറ്റ്സ്. ഗമേറ്റ്സിൻ്റെ പ്രത്യേകത, ഗമേറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് മീൻസ് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രമേ ഏതിൽ കാണുള്ളൂ? ഗമേറ്റിൽ കാണുള്ളൂ. ഗമേറ്റ് എന്താണ്? റിപ്രൊഡക്റ്റീവ് സെല്ലാണ് അല്ലേ. ഒരു പാരൻറ്റിൻ്റെ, ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെ, അല്ലെങ്കിൽ ഹയർ ഓർഗാനിസം ആകുമ്പോൾ ഡിപ്ലോയിഡ് അല്ലേ, ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഒരു റിപ്രൊഡക്റ്റീവ് സെല്ലാണ് ഗമേറ്റ്. അപ്പോൾ ഗമേറ്റ് എന്തായിരിക്കും? ഗമേറ്റും ഡിപ്ലോയിഡ് ആയിരിക്കുമോ? അല്ല, ഗമേറ്റ് എന്തായിരിക്കും? എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെ അകത്ത് നിന്ന് ഡിപ്ലോയിഡ് ഗമേറ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ, 2 ഡിപ്ലോയിഡ് ഗമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആ ഒരു ഓർഗാനിസത്തിൻ്റെ ക്രോമസോം ആയിരിക്കില്ല അല്ലേ, ഡബിൾ ആയിരിക്കും. അപ്പോൾ ഓർഗാനിസം തന്നെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് കൊണ്ട് തന്നെ ഗമേറ്റ്സ് എപ്പോഴും എന്താണ്? ഹാപ്ലോയിഡ് ആയിരിക്കും. പിന്നെ ഗമേറ്റ്സിൻ്റെ പ്രത്യേകത, ഗമേറ്റ്സ് 2 തരത്തിലുള്ള ഗമേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഒന്നാണ് ഹോമോഗമേറ്റ്സ്. ഹോമോഗമേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമോ മീൻസ് സെയിം അല്ലേ, സിമിലർ ടൈപ്പ് ഓഫ് ഗമേറ്റ്സിനെ, സിമിലർ ടൈപ്പ് മീൻസ് മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗമേറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? ഹോമോഗമേറ്റ്സ്. ഹോമോഗമേറ്റ്സ് അല്ലെങ്കിൽ ഐസോഗമേറ്റ്സ്. എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ കാണാം ഐസോഗമേറ്റ്സ് ഓഫ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എന്ന് പറയുന്നത് ഏതാണ്? ക്ലാഡോഫോറ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ആൽഗയാണ് അല്ലേ. ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലാഡോഫോറ. അപ്പോൾ ക്ലാഡോഫോറയുടെ ഗമേറ്റ്സ് ആണിത്. ഇത് കാണാൻ, ഇതിപ്പം മെയിൽ ഫീമെയിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല, രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണാൻ. അപ്പോൾ മോർഫോളജിക്കലി ഇങ്ങനെ സിമിലർ ആയതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? ഹോമോ ഗാമേറ്റ്സ് എന്ന് പറയുന്നു. നമുക്ക് രണ്ടിനും കാണാം, ഫ്ലജല്ല കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്തായിരിക്കും? മോട്ടൈലായിരിക്കും അല്ലേ, സഞ്ചരിക്കുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റിന് സാധ്യതയുള്ള ഗമേറ്റ്സ് ആണ് രണ്ടും. പിന്നെ രണ്ടും സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് പറയുന്നു? ഹോമോഗമേറ്റ്സ് ഓർ ഐസോഗമേറ്റ്സ്. പിന്നെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ക്ലാഡോഫോറയാണ്. ഇപ്പോൾ എന്താണ്? ലോവർ ആണ് അല്ലേ, ആൽഗയാണ്. ആൽഗയാകുമ്പോൾ ലോവർ ഓർഗാനിസം ആണ്. അപ്പോൾ ലോവർ ഓർഗാനിസത്തിലാണ് നമ്മൾ അധികം എന്ത് കാണുന്നത്? ഹോമോഗമേറ്റ്സ് കാണുന്നത്. ഇനി വേറൊരു തരത്തിലുള്ള ഗമേറ്റ് ആണ് ഹെറ്റിറോഗമേറ്റ്സ്. ഹെറ്റിറോഗമേറ്റ്സ് എന്ന് പറയുമ്പോൾ, ഹെറ്റിറോ മീൻസ് ഡിഫറെൻറ്റ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമേറ്റ്സിനെയാണ് ഹെറ്റിറോഗമേറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്താണ്? ഏത്? ആന്ത്രോസോയിഡ് ഓർ സ്പേം. ആന്ത്രോസോയിഡ് ഓർ സ്പേം എന്ന് പറയുന്നത് ഏതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? മെയിൽ ഗമേറ്റിനെയാണ് എന്ത് പറയുന്നത്? ആന്ത്രോസോയിഡ് ഓർ സ്പേം എന്ന് പറയുന്നത്. ഫീമെയിൽ ഗമേറ്റിനെ എന്ത് പറയുന്നു? എഗ് ഓർ ഓവം. ഇത് നമുക്ക് ഇത് ലോവർ ഓർഗാനിസത്തിലാണെങ്കിൽ ഇത് ഹയർ ഓർഗാനിസത്തിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അല്ലേ. ഹെറ്ററോഗമേറ്റ്സ് ഹയർ ഓർഗാനിസത്തിലായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഹെറ്ററോഗമേറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതാ ഓവം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ സ്പേം അല്ലേ. രണ്ടും മോർഫോളജിക്കലി സിമിലർ ആണോ? അല്ല, ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഓവത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓവത്തിന് ഇവിടെ നമുക്ക് മൂവ്മെൻറ്റിന് സഹായിക്കുന്ന യാതൊരു സ്ട്രക്ചേഴ്സും കാണുന്നില്ല അല്ലേ. ഫ്ലജല്യ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇതൊരു സ്റ്റേഷനറി ആയിട്ടുള്ള, സ്റ്റേഷനറി മീൻസ് അങ്ങനെ തന്നെ എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ തന്നെ നിൽക്കുന്ന ഗമേറ്റ് ആണ് ഏത്? ഓവം. ഓവം അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കമ്പാരിറ്റീവ്ലി ലാർജർ ഇൻ സൈസ് അല്ലേ. സ്പേമിന് കമ്പയർ ചെയ്യുമ്പം ലാർജർ സൈസിലാണ് നമുക്ക് ഏത്? ഓവം അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റ് കാണാൻ സാധിക്കുക. അതേസമയം മെയിൽ ഗമേറ്റ്സിന് എന്താണ് പറയുന്നത്? സ്പേം ഓർ ആന്ത്രോസോയിഡ് എന്നാണ് പറയുന്നത്. സ്പേമിന്റെ പ്രത്യേകത നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ഫ്ലജല്ല കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് മോട്ടൈൽ ഇൻ നേച്ചർ. ഇറ്റ് ക്യാൻ
മൂവ് അല്ലേ. അപ്പം അങ്ങനെയുള്ള രണ്ട് തരത്തിൽ കാണുന്ന ഗമേറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? ഹെറ്ററോ ഗമേറ്റ്സ്. ഒരേ തരത്തിൽ കാണുന്നതിനെ പറയുന്നു ഹോമോ gametes. So gametes are always haploid and it is of two types, homogametes and heterogametes. Homogametes example cladophora, heterogametes example human beings അല്ലേ. ഹെറ്ററോഗമേറ്റ്സിൻ്റെ രണ്ട് ഗമേറ്റ്സിനെയും മെയിൽ ആണെങ്കിൽ ആന്ത്രോസോയിഡ് ഓർ സ്പേം, ഫീമെയിൽ ആണെങ്കിൽ എഗ് ഓർ ഓവം. ഇനി നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലേ, അതായത് മെയിൽ പാരൻറ്റ് ഫീമെയിൽ പാരൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നിക്കൽ വിത്തിൻ ദ സെയിം ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൽ തന്നെ ഈ രണ്ട് തരത്തിലുള്ള മെയിലും ഫീമെയിലും ആയിട്ടുള്ള റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വലിൽ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ സെക്ഷുവാലിറ്റി നമ്മൾ നോക്കുമ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും പറയാം. ഫസ്റ്റ് പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, പ്ലാന്റ്സിൽ രണ്ട് തരത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ബൈസെക്ഷൽ പ്ലാന്റ്. ബൈസെക്ഷൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്സും, ബൈസെക്സ്, ടു സെക്സ്, ബോത്ത് സെക്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ക്യാൻ സീൻ ഇൻ ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ സ്ട്രക്ചേഴ്സും ഫീമെയിൽ സ്ട്രക്ചേഴ്സും കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ബൈസെക്ഷൽ പ്ലാന്റ്. അപ്പോൾ ആ ബൈസെക്ഷൽ പ്ലാന്റിൽ ഒന്നുകിൽ നമുക്കറിയാം റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, പ്ലാന്റിന്റെ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലവർ ആണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഫ്ലവർ, വൺ ഫ്ലവർ ഹാവ് ബോത്ത് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ സിംഗിൾ ഫ്ലവർ, ഒന്നുകിൽ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ അങ്ങനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ തന്നെ രണ്ട് സ്ട്രക്ചേഴ്സും കാണാൻ പറ്റും വിത്തിൻ ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ അങ്ങനെ കാണുകയാണെങ്കിലാണ് അതിനെ എന്ത് പറയുന്നത്? ബൈസെക്ഷൽ പ്ലാന്റ്. ബൈസെക്ഷൽ പ്ലാന്റ് ആകുമ്പം സ്വാഭാവികമായിട്ടും വേറൊരു തരത്തിലുള്ള പ്ലാന്റ് കാണാൻ പറ്റും. എന്താണ്? യൂണിസെക്ഷൽ പ്ലാന്റ്. യൂണിസെക്ഷൽ പ്ലാന്റ് എന്ന് പറയുമ്പം ബോത്ത് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് കാണുന്നതെങ്കിൽ അല്ലേ, ഒരു പ്ലാന്റിൻ്റെ അകത്ത് മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും വേറൊരു പ്ലാന്റിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റിനെയാണ് എന്ന് പറയുന്നത് യൂണിസെക്ഷൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഫഞ്ചൈൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ബൈസെക്ഷൽ ആയിട്ട് കാണുന്നത്, അതായത് രണ്ടും മെയിലും ഫീമെയിലും ഒരേ ഫംഗസിൽ കാണുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹോമോതാലിക് ഓർ മൊണീഷ്യസ് എന്ന് പറയും. ഹോമോതാലിക് ഓർ മൊണീഷ്യസ്. യൂണിസെക്ഷൽ ആണെങ്കിൽ അതിനെ ഹെറ്ററോതാലിക് ഓർ ഡയേഷ്യസ് എന്ന് പറയുന്നു. ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബൈസെക്ഷൽ പ്ലാന്റ്, യൂണിസെക്ഷൽ പ്ലാന്റ്, ബൈസെക്ഷൽ, യൂണിസെക്ഷൽ. ബൈസെക്ഷൽ ആയിട്ടുള്ള ഫംഗസിനെ ഹോമോതാലിക് എന്ന് പറയുന്നു, യൂണിസെക്ഷൽ ആണെങ്കിൽ ഹെറ്ററോതാലിക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹോമോതാലിക് ഓർ മൊണീഷ്യസ്, ഹെറ്ററോതാലിക് ഓർ ഡയേഷ്യസ്. ഇനി അതിന് എക്സാമ്പിളാണ്, ബൈസെക്ഷലിന് എക്സാമ്പിളാണ് കുക്കുർബിറ്റ്സ്, കോക്കനട്ട് ഒക്കെ. അതായത് ഇപ്പോൾ കോക്കനട്ട് പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ ബൈസെക്ഷൽ പ്ലാന്റ് ആണ്, പക്ഷേ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് കാണാൻ പറ്റത്തില്ല. അതായത് ഒരു ഫ്ലവറിൽ തന്നെ മെയിലും ഫീമെയിലും കാണാൻ പറ്റില്ല. എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടാണ്. മെയിൽ ഫ്ലവർ വേറെ, ഫീമെയിൽ ഫ്ലവർ വേറെ, പക്ഷെ രണ്ടും ഒരു പ്ലാന്റിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ബൈസെക്ഷൽ പ്ലാന്റിന് എക്സാമ്പിൾ ആയത് അല്ലേ. കുക്കർ ബീറ്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ യൂണിസെക്ഷൽ എന്ന് പറയുമ്പം, യൂണിസെക്ഷലിന് എക്സാമ്പിളാണ് ഏത്? പപ്പായ, ഡേറ്റ് പാം. പപ്പായ അതായത് പപ്പായ എന്ന് പറഞ്ഞിട്ട് മെയിൽ പ്ലാന്റ് തന്നെ വേറെ ഉണ്ടാക്കും, പിന്നെ ഫീമെയിൽ പ്ലാന്റ് വേറെ. അപ്പം ആ രീതിയിൽ കാണുന്ന ഒരു പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഡിഫറെൻറ്റ് പ്ലാന്റ്സിലായിട്ടാണ് പപ്പായൻ്റെത് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് യൂണിസെക്ഷലിന് എക്സാമ്പിളാണ് പപ്പായ, ഡേറ്റ് പാം എക്സെട്ര. അപ്പോൾ വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഇപ്പം ഈ സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസത്തിൽ ഇപ്പോൾ ബൈസെക്ഷൽ പ്ലാന്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ബൈസെക്ഷലിൽ ചിലപ്പം മെയിലും ഫീമെയിലും ഒന്നിൽ തന്നെ കാണുന്നു. ചിലപ്പം ഒരു ഫ്ലവറിൽ മെയിലും ഒരു ഫ്ലവർ ഫീമെയിലും ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ അകത്ത് തന്നെ മെയിലും ഫീമെയിലും ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ഒരു ഫ്ലവറിൽ മെയിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു? നമ്മൾ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയും. എന്താണ് പറയുക? സ്റ്റാമിനേറ്റ്. അതേസമയം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, സ്റ്റെയ്മൻ, പിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പം മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയുന്നു. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു? പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ്,
ഈ ആനിമൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത് ബൈസെക്ഷൽ പ്ലാന്റ് ആൻഡ് യൂണിസെക്ഷൽ പ്ലാന്റ്, ബൈസെക്ഷൽ ഓർ മൊണീഷ്യസ്, യൂണിസെക്ഷൽ ഓർ ഡയേഷ്യസ്. ഇനി ആനിമൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആനിമൽസിലും എന്തുണ്ട്, യൂണിസെക്ഷൽ ആനിമൽസും ഉണ്ട്, ബൈസെക്ഷൽ ആനിമൽസും ഉണ്ട് അല്ലേ. നമുക്ക് കൂടുതലായിട്ട് അറിയുന്നതെല്ലാം നമ്മളെന്താണ്, യൂണിസെക്ഷൽ ആനിമൽസ് ആണ് അല്ലേ. ഇപ്പം നമ്മളെന്താണ്, യൂണിസെക്ഷൽ ആണോ ബൈസെക്ഷൽ ആണോ? നമ്മൾ യൂണിസെക്ഷൽ ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരാളിൽ തന്നെ മെയിലും ഫീമെയിലും നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഫീമെയിൽ വേറെ തന്നെയുണ്ട്, മെയിൽ വേറെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ യൂണിസെക്ഷൽ ആനിമൽസ് ആണ്. അതിന് വേറൊരു എക്സാമ്പിളാണ് കോക്രോച്ച്. ഈ ഒരു എക്സാമ്പിൾ തരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ് ഈ തരുന്നത് ഇതിൻ്റെ അകത്ത്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ബേസ് ചെയ്യുന്നത് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് എടുത്ത് പറയുന്നത്. പിന്നെ യൂണിസെക്ഷൽ ആനിമൽസിനെയും കാണാൻ പറ്റും. അതേപോലെ തന്നെ റയറായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ബൈസെക്ഷൽ ആനിമൽസിനെ കാണാൻ പറ്റും. ആ ബൈസെക്ഷൽ ആനിമൽസിന് എക്സാമ്പിളാണ് എർത്ത് വേം, സ്പോഞ്ച്, ലീച്ച്, ടേപ്പ് വേം എക്സെട്ര. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ ഇതിനെയൊക്കെ കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബൈസെക്ഷൽ ആനിമൽസ്. അതായത് എർത്ത് വേമിലും സ്പോഞ്ചിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ആനിമലിൽ തന്നെ എന്ത് കാണാം, മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണാം. അങ്ങനെയുള്ള ആനിമൽസിനെ പറയുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ്സ്. എന്താണ്, ഹെർമാഫ്രോഡൈറ്റ്സ്. ഹെർമാഫ്രോഡൈറ്റ്സ് മീൻസ് ദ ആനിമൽസ് ഹാവിങ് ബോത്ത് സെക്സ് ഓർഗൻസ്. എക്സാമ്പിൾ എർത്ത് വേം, സ്പോഞ്ച്, ലീച്ച്, ടേപ്പ് വേം. ഓക്കെ, ഇനി വരുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളാണ്, ഞാൻ അതേ ഇമേജ് എടുത്തിടുകയാണ് ചെയ്തത്. താഴെ എഴുതിയിട്ടുണ്ട് ഡൈവേഴ്സിറ്റി ഓഫ് സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. ഫസ്റ്റ് കാണുന്നത് ബൈസെക്ഷൽ ആനിമലാണ്. ബൈസെക്ഷൽ ആനിമലായ എർത്ത് വേം അല്ലേ. എർത്ത് വേമിൻ്റെ സ്ട്രക്ചറാണിത്. എർത്ത് വേമിൻ്റെ മോർഫോളജി, അതായത് പുറമേയുള്ള സ്ട്രക്ചറാണിത്. അതിൻ്റെ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാം ടെസ്റ്റിസും കാണാം, ഓവറിയും കാണാം. ഒരേ ആനിമലിൽ തന്നെ എന്ത് കാണുന്നു, ടെസ്റ്റിസും ഓവറിയും. അപ്പോൾ രണ്ടും കാണുന്നത് കൊണ്ടാണ് ഇത് എന്ത് ആനിമലായത്, ബൈസെക്ഷൽ ആനിമലായി മാറിയത് അല്ലേ. രണ്ടും ഒന്നിൽ തന്നെ കാണുന്നു. ടെസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്, ഓവറി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഇനി രണ്ടാമത്തെ പിക്ചർ ഇതെന്താണ്, ഇത് യൂണിസെക്ഷൽ ആനിമൽ കോക്രോച്ച് ആണ്. കോക്രോച്ചിന് എന്തുണ്ട്, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് അതെന്തായത്, യൂണിസെക്ഷൽ ആയത്. മെയിലിൻ്റെ അകത്താണ് എന്ത് കാണുന്നത്, മെയിലിൻ്റെ അകത്ത് ടെസ്റ്റിസ് കാണുന്നു, ഫീമെയിലിൻ്റെ അകത്ത് ഓവറി കാണുന്നു. അതേപോലെ ഇനി പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഇതെന്താണ്, ഒരു ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. ബൈസെക്ഷൽ പ്ലാന്റ് എക്സാമ്പിൾ കാരയാണ്. കാര എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്. ആൽഗേൻ്റെ അകത്ത് ആൽഗേൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഊഗോണിയം കാണുന്നുണ്ട്, ആന്ത്രീഡിയം കാണുന്നുണ്ട്. ആന്ത്രീഡിയം എന്ന് പറയുന്നത് എന്താണ്, ആന്ത്രീഡിയം മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഊഗോണിയം എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗനാണ്. ഓക്കെ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അപ്പോൾ രണ്ടും കാണുന്നത് കൊണ്ട് ഇതൊരു ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. ബൈസെക്ഷൽ ഓർ മൊണീഷ്യസ് പ്ലാന്റിന് എക്സാമ്പിളാണ് എന്തെന്ന്, കാര. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു എക്സാമിന് ഇത് ചോദിച്ചതായിട്ട് കണ്ടു. ഈ പടം മാത്രം വെച്ചുകൊണ്ട് വിച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഇസ് ദിസ് എന്നുള്ള രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം മൊണീഷ്യസ് ആണ്, രണ്ടും കാണുന്നത് കൊണ്ട് മൊണീഷ്യസ് ആണ്. അപ്പം നമ്മളിത് ഇമേജ് ചിലപ്പം ശ്രദ്ധിക്കാതെ പോകും, നോട്ടിൽ വരക്കാതെ പോകും. അപ്പം അതുകൊണ്ട് ഇതെന്താണ്, നിങ്ങളിങ്ങനെയുള്ള ഫിഗേഴ്സ് തീർച്ചയായിട്ടും നോക്കണം. ഒരു എക്സാമിന് ഇത് കണ്ടു, ഇതും കണ്ടിട്ടുണ്ട്, ഈ താഴെ വരുന്ന ഈ ഒരു എക്സാമ്പിളും കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ചോദിച്ചുകൂടായികയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇമേജും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു ബൈസെക്ഷൽ മൊണീഷ്യസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കാര. നെക്സ്റ്റ് ആണ് ഇതെന്താണ്, ഇതൊരു ഡയേഷ്യസ് പ്ലാന്റ് ആണ്, മാർക്കാൻഷ്യ. മാർക്കാൻഷ്യ എന്ന് പറയുന്നത് ഒരു ബ്രയോഫൈറ്റ് ആണ്. ഇതൊരു ആൽഗയാണ്, ഇതൊരു ബ്രയോഫൈറ്റ് ആണ്. ഇതിനെന്താണ്, ഫീമെയിൽ താലസ് വേറെ തന്നെയുണ്ട്, മെയിൽ താലസ് വേറെയുണ്ട്. ഫീമെയിൽ താലസിൻ്റെ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ ആർക്കിഗോണിയോഫോർ അത് ആ പ്ലാന്റിൽ കാണുന്നു. മെയിലിൻ്റെ അകത്ത് ആന്ത്രീഡിയോഫോർ കാണുന്നു. ഓക്കെ, ഇനിയോ ഇതെന്താണ്, ഡയേഷ്യസ് ആണ്, ഇത് മൊണീഷ്യസ് ആണ്. ഇനി ഹയർ പ്ലാന്റ്സിൽ വരുമ്പം ഹയർ പ്ലാന്റ്സിലും അധികം എന്താണ്, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ഇതാ സ്റ്റെയ്മൻ കാണുന്നുണ്ട്, പിന്നെ ഇത് കാർപ്പൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ സ്ട്രക്ചേഴ്സ് ക്യാൻ സീൻ ഇൻ വൺ ഫ്ലവർ. സോ ഇറ്റ് ഈസ് എ ബൈസെക്ഷൽ ഫ്ലവർ ഓർ മൊണീഷ്യസ് ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫിഗേഴ്സ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഗമേറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന സെൽ ഡിവിഷൻ, ഏതൊക്കെ ഡിവിഷൻസ് ആണ് ഈ ഗമേറ്റ് ഫോർമേഷനിൽ നടക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലെ ഗമറ്റോജെനിസിസിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്.
ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് സെൽ ഡിവിഷൻ, ഈ ഗമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത്, ഗമറ്റോജെനിസിസിൻ്റെ സമയത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ ഏതൊക്കെയാണ്? നമ്മളാകെ 2 സെൽ ഡിവിഷനാണ് അല്ലേ നമ്മൾ പഠിച്ചതും, അതേ ഉള്ളൂ അല്ലേ. സെൽ ഡിവിഷനാണ്, 2 സെൽ ഡിവിഷനാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് മൈറ്റോസിസ്, മറ്റൊന്ന് മിയോസിസ് അല്ലേ. മൈറ്റോസിസ് നമുക്കറിയാം, മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഫോം ചെയ്യുന്നത്. മിയോസിസ് ആണെങ്കിൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോമാണ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഓർഗാനിസം ഒരു ഹാപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ, ഹാപ്ലോയിഡ് ഓർഗാനിസം ഉണ്ടാവും, ഡിപ്ലോയിഡ് ഓർഗാനിസം ഉണ്ടാവും അല്ലേ. ഹാപ്ലോ ഡിപ്ലോണ്ടിക് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഒക്കെ പഠിച്ചതാണ് അല്ലേ. ഹാപ്ലോയിഡ് ഓർഗാനിസം മെയിനായിട്ട് ഏതാണ്? ലോവർ ഓർഗാനിസമാണ് എന്ത് ഹാപ്ലോയിഡ് ഓർഗാനിസം ആവുന്നത് അല്ലേ. അവരിൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഗമേറ്റും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഓർഗാനിസവും ഹാപ്ലോയിഡ്, ഗമേറ്റും ഹാപ്ലോയിഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീണ്ടും റിഡക്ഷൻ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഗമേറ്റിൻ്റെ എണ്ണം വീണ്ടും കുറഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിഡക്ഷൻ ഡിവിഷൻ നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ഡിവിഷനാണ് എന്തെന്ന്? മൈറ്റോസിസ്. എന്ത് ഡിവിഷനാണ് ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ നടക്കുന്നത് ഡ്യൂറിങ് ഗമേറ്റ് ഫോർമേഷൻ? മൈറ്റോസിസ്. അപ്പോൾ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് മൊണീറ. നമുക്ക് അറിയാം ഏതാണ് ബാക്ടീരിയ വരുന്നത്. പിന്നെ ഫഞ്ചായി, ആൽഗെ, ബ്രയോഫൈറ്റ്സ് ഇങ്ങനെയുള്ള ഓർഗാനിസത്തിൽ നടക്കുന്ന ഡിവിഷനാണ് ഏത്? മൈറ്റോസിസ്. ഓക്കെ. അപ്പോൾ സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ ഏതിനെ അനുബന്ധിച്ചിരിക്കും? ഓർഗാനിസത്തിൻ്റെ പ്ലോയിഡി ലെവലിന് അനുസരിച്ചിരിക്കും അല്ലേ. ഓർഗാനിസം ഹാപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ ഡ്യൂറിങ് ഗമേറ്റ് ഫോർമേഷൻ മൈറ്റോസിസ് occur, and when the organism is diploid, what type of division is occur? Meiosis അല്ലേ. മിയോസിസ് ആണ് നടക്കുന്നത്. കാരണം ഡിപ്ലോയിഡ് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ 2n ആയിരിക്കും ക്രോമസോം നമ്പർ. ഗമേറ്റിൻ്റെത് n ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മിയോട്ടിക് ഡിവിഷൻ നടക്കണം. റിഡക്ഷൻ ഡിവിഷൻ നടന്നാൽ മാത്രമേ ഗമേറ്റ് ഫോം ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിവിഷൻ നോക്കുന്നത്? ഓർഗാനിസത്തിനെ ബേസ് ചെയ്തിട്ട്. ഓർഗാനിസം ഹാപ്ലോയിഡ് ആണെങ്കിൽ മൈറ്റോസിസ് ഡിവിഷൻ, ഓർഗാനിസം ഡിപ്ലോയിഡ് ആണെങ്കിൽ മിയോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഹയർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ലൈക്ക് ടെറിഡോഫൈറ്റ്സ്, ജെംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഹ്യൂമൻ ബീയിങ്സ് എക്സെട്ര. ഇനി അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ടേമാണ് മിയോസൈറ്റ്സ്. വാട്ട് ഈസ് മിയോസൈറ്റ്സ്? മിയോസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ്സ് അല്ലേ. മിയോസൈറ്റ്സ് എവിടെയാണോ ഈ മിയോസിസ് ഡിവിഷൻ നടക്കുന്നത്, ഏത് സെല്ലിലാണോ മിയോസിസ് ഡിവിഷൻ നടക്കുന്നത്, ആ സെൽസിനെയാണ് എന്ത് പറയുന്നത്? മിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എല്ലാ സെല്ലിലും മിയോസിസ് നടന്നിട്ട് ഗമേറ്റ്സ് ഉണ്ടാവുമോ? കയ്യിലും കാലിലും കണ്ണിലും മൂക്കിലൊക്കെ മിയോസിസ് നടന്നിട്ട് ഗമേറ്റ്സ് ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ മാത്രമാണ് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ ഓവറിയിൽ അല്ലേ. ഓവറിയിലാണ് എന്ത് നടക്കുന്നത്? ഫീമെയിൽ എടുക്കുകയാണെങ്കിൽ ഓവറി അല്ലേ, അല്ലെങ്കിൽ മെയിലാണെങ്കിൽ മെയിൽ ടെസ്റ്റിസ് അല്ലേ. ആ ഒരു സ്ഥലത്താണ് എന്ത് നടക്കുന്നത്? മിയോസിസ് നടക്കുന്നത്. അപ്പോൾ ആ മിയോസിസ് നടക്കുന്ന സെല്ല് ഏതാണോ ദാറ്റ് സെൽ ഈസ് നോൺ ആസ് മിയോസൈറ്റ്സ് അല്ലേ. ഇപ്പോൾ ഗമേറ്റ്സ് ഫോം ചെയ്യുന്ന ഗമേറ്റ് മദർ സെൽ അല്ലേ, ആ മദർ സെല്ലിനെയാണ് നമ്മളെന്ത് പറയുന്നത്? മിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മിയോസൈറ്റ്സിൻ്റെ പ്ലോയിഡി ലെവൽ എപ്പോഴും എന്തായിരിക്കും? 2n ആയിരിക്കും അല്ലേ. മിയോസൈറ്റിൽ ഗമേറ്റ്സ് ഫോം ചെയ്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മിയോസൈറ്റ് എപ്പോഴും 2n ആയിരിക്കും. മിയോസൈറ്റിൽ മിയോസിസ് നടന്നിട്ട് കിട്ടുന്ന ഗമേറ്റ്സ് എപ്പോഴും n ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ മിയോസൈറ്റിലെ ക്രോമസോം നമ്പർ 46 ആണ്. പക്ഷേ ഗമേറ്റ് ആകുമ്പോഴേക്കും അത് എത്രയായി? 23 ആയി. ഹൗസ് ഫ്ലൈൻ്റെത് 12. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ? 6 അല്ലേ. ഇനി ക്രോമസോം നമ്പർ ഓഫ് ഗമേറ്റ് ഓഫ് റാറ്റ് 21. അപ്പോൾ ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ് എത്രയായിരിക്കും? 21ൻ്റെ ഡബിൾ ആയിരിക്കണം അല്ലേ. 21ൻ്റെ ഡബിൾ 42 അല്ലേ. അപ്പം ഡോഗിൻ്റെ കേസിലാണെങ്കിൽ 78 ഇൻ മിയോസൈറ്റ്. അപ്പം ക്രോമസോം നമ്പർ ഇൻ ഗമേറ്റ് എത്ര വരണം? 39 അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക, ശ്രമിക്കുക. എന്താണ് എളുപ്പമാണ് അല്ലേ. എന്താണ് മിയോസൈറ്റ് ആണെങ്കിൽ 2n. മിയോസൈറ്റ് മീൻസ് ദ സെൽ in which the meiosis occurs to produce gamete. That cell the ploidy number is 2n, but in case of gamete after meiosis ആയതുകൊണ്ട് ഗമേറ്റിൻ്റെ എപ്പോഴും എന്തായിരിക്കും? n ആയിരിക്കും അല്ലേ.
അപ്പോൾ അതിൻ്റെത് അറിയാൻ അതിൻ്റെ നേരെ ഹാഫ് അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ നേരെ ഡബിൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഓഫിയോഗ്ലോസം. ഓഫിയോഗ്ലോസം എന്ന് പറയുന്ന ഒരു ഫേണാണ്. ഇത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോം ഉള്ളതാണ് ഓഫിയോഗ്ലോസം എന്ന് പറയുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഗാമറ്റോജെനസിസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഗാമേറ്റ്സ് പാരൻറ്റ് ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്, അതായത് മെയിൽ പാരൻറ്റിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ പാരൻറ്റിൽ ഫീമെയിൽ ഗാമേറ്റും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഗാമേറ്റ്സ് അങ്ങനെ തന്നെ ഉണ്ടായാൽ മതിയോ? ഇല്ല അല്ലേ. അത് രണ്ടും തമ്മിൽ കണ്ടിട്ട് വേണം എന്താ ചെയ്യാൻ, ഫ്യൂഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഗമേറ്റ് ട്രാൻസ്ഫർ. ഗമേറ്റ് ട്രാൻസ്ഫർ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഹോമോഗമേറ്റ്സ് കണ്ടിട്ടുണ്ട് അല്ലേ, അതായത് ലോവർ ഓർഗാനിസത്തിൽ കാണുന്ന ഗമേറ്റ്സ് ആണ് ഹോമോഗമേറ്റ്സ്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു ഒരു ഫ്ലെജല്ല. അപ്പോൾ ആ ഫ്ലെജല്ല എന്തിന് സഹായിക്കുന്നതാണ്, മൂവ്മെൻറ്റിന് സഹായിക്കുകയാണ് അല്ലേ. മോട്ടൈലായിട്ടുള്ള സംഭവങ്ങളാണ് ഏത് ലോവർ ഓർഗാനിസത്തിലുള്ള ഗമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് മൂവ് ചെയ്യും അല്ലേ. മൂവ് ചെയ്യാൻ അപ്പോൾ ഏതിലായിരിക്കും മൂവ് ചെയ്യുക, അത് വരുന്ന പറയാം. അപ്പോൾ അത് ഈസി ആയിട്ട് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫ്യൂഷൻ നടക്കുന്നുണ്ടാവും. ഹയർ ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് സ്റ്റേഷനറിയാണ്. മെയിൽ ഗമേറ്റ് മാത്രമാണ് മൊട്ടൈലായിട്ടുള്ളത്. അപ്പോൾ മെയിൽ ഗമേറ്റ് സഞ്ചരിച്ചിട്ട് എവിടെ എത്തേണ്ടി വരും, ഫീമെയിൽ ഗമേറ്റിൻ്റെ അടുത്ത് എത്തേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ലോവർ ഓർഗാനിസത്തിലാണെങ്കിൽ ലോവർ ഓർഗാനിസത്തിൽ മൊട്ടൈൽ ഗമേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത് മൂവ് ചെയ്യുന്നു മെയിൻലി ത്രൂ വാട്ടർ. ദർ ഈസ് എ മീഡിയം വാട്ടർ, ബിക്കോസ് ഈ ലോവർ ഓർഗാനിസംസ് എല്ലാം തന്നെ അല്ലേ, മോറോർലെസ് എല്ലാം തന്നെ ഏതിലാണ് നമ്മൾ കാണപ്പെടുന്നത്, വാട്ടറിലാണ് കാണപ്പെടുന്നത്. സോ ഈസി ആയിട്ട് തന്നെ എന്ത് സംഭവിക്കാം, ഗാമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കാം, അതുവഴി ഫെർട്ടിലൈസേഷനും സംഭവിക്കാം അല്ലേ. അപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഗമേറ്റ്സ് എല്ലാം ഫ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോൾ ഗമേറ്റ് വെള്ളത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഗമേറ്റ് അങ്ങ് പോയി ഒരു ഗമേറ്റ് ഇങ്ങ് പോയി, അപ്പോൾ അത് രണ്ടും കണ്ടുമുട്ടില്ല, ഫ്യൂസ് ചെയ്യുമോ? ഇല്ല അല്ലേ. ഫ്യൂഷൻ സംഭവിക്കണമെന്നില്ല, പോസിബിലിറ്റി വളരെ കുറവാണ്, എങ്കിലും ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെ ലോവർ ഓർഗാനിസത്തിൽ എന്താണ്, ഗമേറ്റ്സിൻ്റെ നമ്പർ ഓഫ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഹൈ. അതായത് ഹൈ നമ്പർ ഓഫ് ഗമേറ്റ്സിനെ ഈ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ട്രാൻസ്ഫർ നടന്നിട്ട് ഫ്യൂഷൻ നടക്കാം. സെക്കൻഡ്, ഹയർ പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെയിൽ ഗമേറ്റ് മൊട്ടൈലാണ്, ഫീമെയിൽ ഗമേറ്റ് സ്റ്റേഷനറി ആണ് അല്ലേ. അപ്പോൾ ദർ ഈസ് എ സ്പെഷ്യൽ മെക്കാനിസം നോൺ ആസ് പോളിനേഷൻ. പോളിനേഷൻ എന്നൊരു മെക്കാനിസം വഴിയാണ് ഹയർ പ്ലാന്റ്സിൽ എന്ത് നടക്കുന്നത്, ഗമേറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. ബിക്കോസ് എന്താണ്, ഹയർ പ്ലാന്റ്സിൽ മെയിൽ ഗമേറ്റ് മാത്രമാണ് മൊട്ടൈൽ, ഫീമെയിൽ ഗമേറ്റ് എന്താണ്, സ്റ്റേഷനറിയാണ്. അതിൻ്റെ ഓവറിയിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്, ഓവം, അല്ലാതെ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യുന്നു, മൊട്ടൈൽ. അതിൻ്റെ ആ ഒരു മെക്കാനിസമാണ് എന്ത്, പോളിനേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ, പോളിനേഷൻ എന്നുള്ള വേർഡ് കേട്ടിട്ടില്ലേ, പരാഗണം അല്ലേ. പരാഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻ പറയുന്നുണ്ട് അല്ലേ, ഒരു പൂമ്പൊടി പോയിട്ട് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് ചെന്ന് പതിക്കുന്ന പ്രക്രിയയാണ് പറയുന്നത് പരാഗണം അല്ലേ, പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, സ്റ്റേമെൻസ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. സ്റ്റേമെൻസിൽ ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ്, ആ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു, പോളിനേഷൻ വഴി. പോളിനേഷൻ പലതരത്തിൽ നടക്കാം അല്ലേ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പോളിനേഷൻ വഴി എന്ത് സംഭവിക്കുന്നു, ഒരു പ്ലാന്റിലുള്ള മെയിൽ ഗമേറ്റ്സ് ചെന്ന് ഫീമെയിൽ ഗമേറ്റ്സിലേക്ക് എത്തുന്നു. ഓക്കെ. നെക്സ്റ്റ്, ആനിമൽസിലാണെങ്കിൽ, ഹയർ പ്ലാന്റ്സിൻ്റെ കേസിലാണ് പറഞ്ഞത്. ആനിമൽസിലാണെങ്കിലും എന്തുണ്ട്, സ്പെഷ്യൽ മെക്കാനിസം ഫോർ ഗമേറ്റ് ട്രാൻസ്ഫർ. അവിടെയും എന്താണ്, ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറിയാണ്, മെയിൽ ഗമേറ്റ് മാത്രമാണ് മൊട്ടൈൽ അല്ലേ. അപ്പോൾ അവിടെ സെക്ഷുവൽ കോൺടാക്റ്റ് വഴി എന്ത് നടക്കുന്നു, ഗമേറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്താണ്, ഫെർട്ടിലൈസേഷൻ. ഫസ്റ്റ് ഇവൻറ്റ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് ആൻഡ് സെക്കൻഡ് ഇവൻറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ സിമ്പിളാണ് അല്ലേ, പറയുമ്പോൾ സിമ്പിളാണ്. നമുക്ക് നോക്കാം എന്താണ്, ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ് ആൻഡ് ടു ഫോം എന്താണ്, സൈഗോട്ട്. ഗമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ടാണ് മാറുന്നത്, സൈഗോട്ടായി മാറുന്നത്. സൈഗോട്ടായി മാറുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, സിംഗമി. സിംഗ് മീൻസ് യോജിക്കുക അല്ലേ, ഗമേറ്റ്സിൻ്റെ യോജിപ്പിനെയാണ് എന്ത് പറയുന്നത്, സിംഗമി. Syngamy means, what is syngamy? Syngamy is the fusion of gametes to form zygote is known as
സിങ്കമി അല്ലേ. സിങ്കമീനെ തന്നെയാണ് നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ ആണ് ഏറ്റവും മേജർ സ്റ്റെപ്പ് എങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ട് പറയാൻ ഒന്നുമില്ല. എന്താണ് അത്? ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ 2 തരത്തിലുണ്ട്. ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ നമുക്ക് കാണാം. ഒന്ന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ മീൻസ് വെൻ സിങ്കമി ഒക്കേഴ്സ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം. അതായത് നമ്മൾ പറഞ്ഞു ഈ വെള്ളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഓർഗാനിസത്തിലൊക്കെ 2 മൊട്ടയിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം 2 പാരൻറ്റിൻ്റെ അകത്തു നിന്നും ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗമേറ്റ്സ് വാട്ടറിലെ കൂടെ മൂവ് ചെയ്തിട്ട് ഏതെങ്കിലും പാരൻ്റൽ ബോഡിയിൽ വെച്ചിട്ടാണോ ഫ്യൂസ് ചെയ്യുന്നത്? അല്ല, വാട്ടർ മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് അതെന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ മീഡിയത്തിൽ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡിയിൽ നടക്കുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഓർ സിങ്കമി ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അതിന് എക്സാമ്പിളാണ് ആൽഗെ, ഫിഷസ്, ആംഫീബിയൻസ് എക്സെട്ര. ഓക്കെ, അതിനൊരു ഡീമെറിറ്റ് ഉണ്ട്. എന്താണ് ഡീമെറിറ്റ്? നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. എന്താ? എല്ലാം നമ്മൾ ഒന്ന് പറഞ്ഞതാണ് അല്ലേ. കുറേ ഗമേറ്റ്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലേ. പല പ്രശ്നങ്ങളും കൊണ്ട് ഗമേറ്റ്സ് എവിടെയെങ്കിലും എത്താം. അപ്പോൾ അതൊരു ഡീമെറിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു ഡീമെറിറ്റാണ് ഓഫ് സ്പ്രിങ്സ് ആർ എക്സ്ട്രീംലി വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് ത്രട്ടനിങ് ദ സർവൈവൽ അപ് ടു അഡൽട്ട്ഹുഡ്. ഈ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ടിന് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുമല്ലോ. ആ ഓഫ് സ്പ്രിങ്സ് ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിനെ എങ്ങനെയൊക്കെ നശിക്കാനിടയുണ്ട്? വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ജീവി അല്ലേ. ഈ ഒരു ഓഫ് സ്പ്രിങ്സിനെക്കാട്ടും വലിയ ജീവി അതിനെ കഴിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലേ. പിന്നെ വേറൊരു കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊതുകിൻ്റെ മുട്ടയൊക്കെ വെള്ളത്തിൽ നിൽക്കുന്നു. ആ വെള്ളത്തിൽ കൊതുകിൻ്റെ മുട്ട മീനുണ്ടെങ്കിൽ അത് തിന്നുന്നു എന്ന് പറയുന്നില്ലേ. മത്സ്യം ഉണ്ടെങ്കിൽ അതിനെ കഴിക്കും. അപ്പോൾ പിന്നെ കൊതുക് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈപ്പിൽ തന്നെ പറയുകയാണെങ്കിൽ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? പ്രിഡേറ്റേഴ്സ് വന്നിട്ട് അതിനെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ബോഡി അല്ലേ, എക്സ്റ്റേണൽ മീഡിയത്തിലാണ്. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ദെൻ സെക്കൻഡ് വൺ internal fertilization. Internal fertilization means when syngamy occurs inside the body of an organism. ഈസി ആണല്ലേ. ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പേരിൽ തന്നെയുണ്ട് ഉത്തരം അല്ലേ. അപ്പോൾ അത് വെച്ച് പഠിച്ചോളുക. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ മീൻസ് syngamy occurs in the external medium. Then internal fertilization, syngamy occurs inside the body of organism. എക്സാമ്പിൾ ആണ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, ആൻജിയോസ്പോംസ് ഒക്കെ. ഇപ്പോൾ മാമൽസ് നമ്മളൊക്കെ കേസിൽ എന്താണ്? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലേ. ഫീമെയിൽ പാരൻറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? സിങ്കമി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഫെർട്ടിലൈസേഷൻ? എക്സ്റ്റേണൽ ആണോ ഇൻറ്റേർണൽ ആണോ? ഇൻറ്റേർണൽ അല്ലേ. കാരണം ഇൻറ്റേർണൽ ആയതുകൊണ്ട് തന്നെ അത് നശിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലേ, കമ്പയർ ടു എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രിഡേറ്റേഴ്സിൻ്റെ ഇതുണ്ടാവാം അല്ലേ, ചാൻസസ് ഓഫ് ഫ്യൂഷൻ അത് കുറയാം, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആകുമ്പോൾ എന്ത് തന്നെയാണ്? കുറേ കൂടി പ്രൊട്ടക്റ്റീവാണ് അല്ലേ. നമ്മൾ ഒരു പാരൻറ്റ് ബോഡിയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് കുറേ കൂടി പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസേഷനാണ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. സർവൈവലും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് കൂടുതൽ. ഓക്കെ, ദെൻ വേറൊന്നുണ്ട്. ഈ ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു ടേമാണ് പാർത്തനോജെനിസിസ്. പാർത്തനോജെനിസിസ് കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ. പാർത്തനോജെനിസിസ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഗമേറ്റ്സ് ഉണ്ടാവും. ഗമേറ്റ്സ് ഉണ്ടായിട്ട് ഫീമെയിൽ ഗമേറ്റ് എന്തായിട്ട് മാറുന്നു? ഫീമെയിൽ ഗമേറ്റ് മെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യാതെ ഫീമെയിൽ ഗമേറ്റ് തനിച്ചങ്ങ് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? ഓഫ് സ്പ്രിങ്സ് ആയിട്ട് മാറും. അതിന് എക്സാമ്പിളാണ് റോട്ടിഫേഴ്സ്, ഹണി ബീസ് എക്സെട്ര. അപ്പോൾ ആ ഒരു ജീവികളിലെല്ലാം കാണുന്ന വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആ ഒരു മെക്കാനിസമാണ് ഏത്? പാർത്തനോജെനിസിസ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, ഓർമ്മ വേണം. എക്സാമ്പിളും ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പം വാട്ട് ഈസ് പാർത്തനോജെനിസിസ് ആൻഡ് ഗിവ് എക്സാമ്പിൾ ചോദിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജാണ്, ലാസ്റ്റ് സ്റ്റേജാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. പ്രീ ഫെർട്ടിലൈസേഷൻ, ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ 2 കാര്യങ്ങളാണുള്ളത്.
ഒന്ന് സൈഗോട്ട്, മറ്റൊന്ന് എംബ്രിയോജെനിസിസ്. സൈഗോട്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സൈഗോട്ട് അല്ലേ. രണ്ട് ഗമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന സിംഗിൾ സെല്ലിനെയാണ് എന്ത് പറയുന്നത്, സൈഗോട്ട് എന്ന് പറയുന്നത്. പിന്നെ എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത് സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. നമുക്ക് സൈഗോട്ട് നോക്കാം. സൈഗോട്ട് പറയുകയാണെങ്കിൽ സൈഗോട്ട് ഇസ് ദ വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് അല്ലേ. നമ്മൾ പറഞ്ഞു റിപ്രൊഡക്ഷൻ നടക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ജനറേഷൻ കഴിഞ്ഞ് മറ്റൊരു ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തായാലും നടക്കണം, റിപ്രൊഡക്ഷൻ നടക്കണം. അപ്പോൾ സൈഗോട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വൈറ്റൽ ലിങ്ക്, കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് എൻഷ്യൂർ ചെയ്യുന്ന, അതായത് ഉറപ്പാക്കുന്ന ഒരു ലിങ്കാണ് എന്താണ് സൈഗോട്ട്. അതായത് രണ്ട് പാരൻറ്റിൽ നിന്നും വന്ന ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന സൈഗോട്ട് അല്ലേ. ആ സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാക്കാം എന്തായി, നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്പ് ആവുമെന്ന് ഉറപ്പാക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇതെന്താണ്, ഡിപ്ലോയിഡ് ആണ് അല്ലേ. ഗമീറ്റ്സ് നമ്മൾ പറഞ്ഞു ഹാപ്ലോയിഡ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ഓൾവേസ് ഹാപ്ലോയിഡ് ഇൻ കണ്ടീഷൻ. അപ്പോൾ ആ രണ്ട് ഹാപ്ലോയിഡ് ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന സൈഗോട്ട് എപ്പോഴും എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലേ. എപ്പോഴും സൈഗോട്ട് ഈസ് ഇൻ ഡിപ്ലോയിഡ് കണ്ടീഷൻ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫഞ്ചയിലും ആൽഗയിലൊക്കെ ഈ സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, they undergo resting period by making a protective layer around the zygote. സൈഗോട്ടിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, ഒരു സിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു, റെസ്റ്റിംഗ് പീരീഡിലേക്ക് പോകുന്നു. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് അതെന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വന്ന് പുതിയ ഓഫ് സ്പ്രിങ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് സ്ട്രക്ചറാണ്. അത് ലോവർ ഓർഗാനിസത്തിൽ റെസ്റ്റിംഗ് പീരീഡിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിലുള്ള ഒരു ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ഒരു ഓർഗാനിസത്തിലാണ് സൈഗോട്ട് ഉണ്ടാകുന്നതെങ്കിൽ സൈഗോട്ട് ഡിപ്ലോയിഡ് അല്ലേ. അപ്പം ഹാപ്ലോയിഡ് ഓർഗാനിസം ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കും, ആ സൈഗോട്ടിൽ മിയോസിസ് നടന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഹാപ്ലോയിഡ് ഓഫ് സ്പ്രിങ്സ് ആയിട്ട് മാറുന്നത്. പിന്നെ വരുന്നതാണ് ഡിപ്ലോയിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, സൈഗോട്ടിന് മിയോസിസ് ഒന്നും നടക്കേണ്ട, മൈറ്റോസിസ് നടന്ന് അതെന്തായിട്ട് മാറുന്നു, പുതിയ ഒരു ഓർഗാനിസം. സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ്. ആ സിംഗിൾ സെല്ലിൽ നിന്ന് ഇപ്പം നമ്മളെ പോലത്തെ ഒരു ഓർഗാനിസമായി മാറണ്ടേ, കയ്യും കാലും മൂക്കും വായൊക്കെയുള്ള ഒരു ഓർഗാനിസമായി മാറണമെങ്കിൽ അവിടെ എന്താണ് കുറേ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതുപോലെയുള്ള ഒരു വലിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നത് അല്ലേ. നമുക്ക് അറിയാം, ഇപ്പോൾ ഫീമെയിലിൻ്റെ കേസ്, നമ്മളെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് പിന്നെ ഫ്യൂഷൻ നടന്ന ഉടനെ തന്നെ കുഞ്ഞുണ്ടാവുമോ, ഇല്ല അല്ലേ. ഒരു 9 months കാലയളവ് എടുക്കുന്നുണ്ട് അല്ലേ. ആ 9 മാസത്തിനുള്ളിൽ ആ ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ട്, ഫ്യൂഷൻ നടന്ന് ഉണ്ടാകുന്ന സിംഗിൾ സെല്ലായ സൈഗോട്ടിൽ ഡിവിഷനും ഡിഫറൻഷിയേഷനും ഒക്കെ നടന്നിട്ടാണ് ഓരോ രൂപം ഉണ്ടായിട്ട് ഒരു കുഞ്ഞു രൂപമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്നിട്ട് നടക്കുന്നു. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണെങ്കിൽ മിയോസിസ് നടന്നിട്ട് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നു. ഇനി സെക്കൻഡ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലുള്ളത് എംബ്രിയോജെനിസിസ്. എംബ്രിയോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഗോട്ടിനെ നമ്മൾ സിംഗിൾ സെല്ലായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളതിനെന്ത് പറയുന്നത്, സൈഗോട്ട് എന്ന് പറയുന്നത്. സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയുന്നു, എംബ്രിയോ. എന്തായിട്ട് പറയുന്നു, എംബ്രിയോ എന്ന് പറയുന്നു. അപ്പോൾ അതാണ് എംബ്രിയോജെനിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ഗാമറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ് ഈസ് നോൺ ആസ് gametogenesis. Like that, embryogenesis is the process of development of embryo from zygote is known as embryogenesis. ടേം മാത്രമേ ഉള്ളൂ കുറച്ചൊരു വലിയത്. നമുക്ക് ആൻസറൊക്കെ അതിൻ്റെ ഡെഫിനിഷനൊക്കെ ആ ടേമിൽ തന്നെ ഉണ്ട് അല്ലേ, നമുക്കത് ഓർത്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എംബ്രിയോജെനിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട്. അതാണ് എംബ്രിയോജെനിസിസ്. ദെൻ ആ എംബ്രിയോജെനിസിസ് നടക്കണമെങ്കിൽ സൈഗോട്ടിന് എംബ്രിയോ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് നടക്കണം, സെൽ ഡിവിഷൻ നടക്കണം. അതേപോലെ തന്നെ സെൽ ഡിഫറൻഷിയേഷനും നടക്കണം. സെൽ ഡിവിഷൻ എന്ന് പറയുമ്പം ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി അല്ലേ, മൈറ്റോസിസ് അല്ലേ. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി, 2 സെല്ല് ഡിവൈഡ് ചെയ്ത് 4 സെല്ലായി, അങ്ങനെ പോയാൽ മാത്രം മതിയോ, ഇല്ല. അതിനെന്ത് സംഭവിക്കണം, ഡിഫറൻഷിയേഷൻ നടക്കണം. ഡിഫറൻഷിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അല്ലേ. ഡിഫറൻഷിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ,
ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ, കുറേ സെൽസ് ഉണ്ടാകുമ്പോൾ ഓരോ സെൽസും ഗ്രൂപ്പ് ചെയ്ത് സ്പെസിഫിക് ഫങ്ഷൻസ് ആക്കണം അല്ലേ. ഇത് കാഴ്ചയ്ക്ക് വേണ്ടി, ഇത് കേൾവിക്ക് വേണ്ടി എന്നുള്ള ആ ഒരു, ഇത് കണ്ണുണ്ടാവാൻ, ഇത് മൂക്കുണ്ടാവാൻ എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഓഫ് സെൽസിന് ഒരു എന്താണ്, ഒരു ഫങ്ഷൻ കൂടി ലഭിക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രോസസ്സാണ് സെൽ ഡിഫറൻഷിയേഷൻ. സെല്ലിൻ്റെ അകത്ത് നിന്ന് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് വഴിയാണ്, സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ വഴിയാണ് എന്ത് സൈഗോട്ട് നിന്ന് എംബ്രിയോ ആയി മാറി പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ ഈ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടെയാണ്, അതായത് ഇൻസൈഡ് ദ ബോഡി ആണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ആണോ എന്നനുസരിച്ചിട്ട് രണ്ട് തരത്തിലുണ്ട്, രണ്ട് തരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. അതിൻ്റെ ഒന്നാണ് ഒവിപാരസ് ആനിമൽസ്. ഒവിപാരസ് ആനിമൽസ് എന്ന് പറയുന്നത് നമ്മളുടെ പക്ഷികളൊക്കെ പോലത്തെ, പക്ഷികളൊക്കെ എന്താണ് ചെയ്യുന്നത്, പ്രസവിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, എന്താണ്, എഗ് ലേയിങ് ആണ് അല്ലേ, എഗ് ലേയിങ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്, ഫെർട്ടിലൈസ്ഡ് എഗ്ഗാണ്, അതായത് ഫ്യൂഷൻ നടന്നിട്ടുള്ള ആ ഒരു സൈഗോട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ എംബ്രിയോ, സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ആ ആനിമൽസ് എന്ത് ചെയ്യുന്നു, ആ ഫെർട്ടിലൈസ്ഡ് എഗ്സിനെ കവേർഡ് ബൈ ഹാർഡ് കാൽക്കേരിയസ് ഷെൽ അല്ലേ. മുട്ട നമ്മൾ കണ്ടിട്ടില്ലേ, കാൽക്കേരിയസ്, കാൽഷ്യമാണ് അല്ലേ. ആ കാൽക്കേരിയസ് ഷെല്ല് വെച്ചിട്ട്, ഹാർഡുമാണ് അല്ലേ, തിന്നായിട്ടുള്ളതാണോ, വേഗം തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുമോ? ഇല്ല അല്ലേ, കുറച്ചൊരു ഹാർഡായിട്ടുള്ള കാൽക്കേരിയസ് ഷെല്ല് കൊണ്ട് എഗ്ഗിനെ കവർ ചെയ്തിട്ട് ലേ ചെയ്യും അല്ലേ, ഒരു സേഫ് പ്ലേസിൽ ലേ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയിടുന്നത് അല്ലേ, ആ ഒരു പ്രോസസ്സ്. അങ്ങനെ ചെയ്യുന്ന ആനിമൽസിനെയാണ് എന്ത് പറയുന്നത്, ഒവിപാരസ് ആനിമൽസ്. അപ്പം ആ ആനിമൽസിൻ്റെ പ്രത്യേകത എന്താണ്, എഗ്ഗ് അല്ലെങ്കിൽ ആ എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ട് ഇൻസൈഡ് ദ ബോഡിയിലാണോ ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, ഔട്ട്സൈഡ് ദ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സേഫ് പ്ലേസിൽ. എന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പക്ഷി അടയിരുന്നിട്ടൊക്കെയാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, മുട്ട കുത്തിയിട്ടാണ് പിന്നെ ഒരു ഓഫ് സ്പ്രിങ് വരുന്നത്. പാരസിന് എക്സാമ്പിൾ ആണ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഒവിപാരസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസൈഡ് ദ പാരന്റ് ബോഡി അല്ല, ഔട്ട്സൈഡ് ദ പാരന്റ് ബോഡിയാണ് എന്ത് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇനി ഇൻസൈഡ് ആകുമ്പോഴാണ് ഏത് തരത്തിലുള്ള ആനിമൽസ്, വിവിപാരസ് ആനിമൽസ്. വിവിപാരസ് ആനിമൽസ് എന്ന് പറയുമ്പം സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു യങ് വൺസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. എന്തുകൊണ്ടാണ് ഫീമെയിൽ ഓർഗാനിസം ആവുന്നത്? ഫീമെയിൽ ഓർഗാനിസത്തിലാണ് എഗ് ഉള്ളത് അല്ലേ. എഗ് നമ്മൾ പറഞ്ഞത് സ്റ്റേഷനറി ആണ്, മെയിൽ ഗമേറ്റ് ആണ് സഞ്ചരിച്ചിട്ട് എവിടെ എത്തുന്നത്, എഗ്ഗിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഫീമെയിൽ ഓർഗാനിസത്തിൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആനിമൽസിനെയാണ് വിവിപാരസ് ആനിമൽസ് എന്ന് പറയുന്നത്. എല്ലാ മാമൽസും ഏതിൽ വരുന്നു, വിവിപാരസ് ആനിമൽസിൽ വരുന്നു. അപ്പോൾ ഇത്രയാണ് ആനിമൽസിൻ്റെ കേസിൽ സൈഗോട്ട് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഓവ്യൂൾ അല്ലേ. നമ്മൾ പറഞ്ഞതാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും അധികവും, അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിലും തന്നെ എന്താ ഫീമെയിൽ ഗമേറ്റ് എന്താണ് സ്റ്റേഷനറിയാണ്. അപ്പോൾ മെയിൽ ഗമേറ്റ് പോളൻ ഗ്രെയിൻസ്, പോളനേഷന് ശേഷം പോളൻ ഗ്രെയിൻസ് പോളൻ ട്യൂബ് വഴി ഓവറിയിൽ എത്തിയിട്ട് ആ ഓവറിൻ്റെ ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് എന്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഇനി ആ സൈഗോട്ട് എന്തായിട്ട് മാറുന്നു, എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പം ഓവറി എന്തായിട്ട് മാറുന്നു, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. അതിന് ചുറ്റുള്ള ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഓവറി വാൾ ഓവ്യൂൾ എന്തായിട്ട് മാറുന്നു, സീഡായിട്ട് മാറുന്നു. ദെൻ ഓവറി വാള് പെരികാർപ്പ് ഫ്രൂട്ട് വാളായിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓവറിയാണ്. ആ ഓവറിൻ്റെ ഉള്ളിൽ ഓവ്യൂൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഓവ്യൂൾസ് അതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എംബ്രിയോജെനിസിസ് അല്ലെങ്കിൽ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. സൈഗോട്ട് എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. സൈഗോട്ട് എവിടെയാണുള്ളത്, ഓവ്യൂളിൻ്റെ ഉള്ളിൽ അല്ലേ. ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് സൈഗോട്ട് ഉള്ളത്. ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉള്ളത്. ആ എഗ്ഗിൽ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഫ്യൂഷൻ ചെയ്തിട്ട് അത് എന്തായി മാറുന്നു, സൈഗോട്ടായി മാറുന്നു. സൈഗോട്ട് എന്തായിട്ട് മാറുന്നു, എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പോൾ സൈഗോട്ട് ഓവ്യൂളിൻ്റെ ഉള്ളിലാണുള്ളത്. ഓവ്യൂൾ എന്തായിട്ട് മാറുന്നു, സീഡായിട്ട് മാറുന്നു. ഓവ്യൂളിന് പുറമേ കാണുന്ന ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഓവറി വാൾ എന്തായിട്ട് മാറുന്നു, പെരികാർപ്പ് ഫ്രൂട്ട് വാളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്ലാന്റ് നമുക്കറിയാം അതിൻ്റെ തുടക്കത്തിലേ നമുക്ക് ഫ്രൂട്ട് കാണാൻ പറ്റുമോ? ഇല്ല. പ്ലാന്റ് വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞ് റിപ്രൊഡക്റ്റീവ് ഫേസിലെത്തി ഫ്ലവർ ഉണ്ടായി. ആ ഫ്ലവറാണ് കുറേ കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ആ ഫ്രൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഫ്രൂട്ടിൻ്റെ ഏറ്റവും പുറമത്തെ വാൾ എന്താണ് ശരിക്കും,
ആദ്യം ഫ്ലവർ ആയിരുന്നപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഓവറി വാൾ ആയിരുന്നു ഫ്രൂട്ട് വാൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓവറി എന്ന് പറയും, ഫ്രൂട്ട് എന്താണ് ശരിക്കും? ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓവറി വലുതായിട്ട് വന്നതാണ് ഫ്രൂട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന സീഡ്സ് എന്താണ്? ഓവ്യൂളാണ് അല്ലേ? ഓവ്യൂളാണ് സീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എംബ്രിയോ കാണാൻ പറ്റും. ആ എംബ്രിയോ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായതാണ്. അപ്പോൾ ഓവറി ആണ് ഫ്രൂട്ടായി മാറുന്നതെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പൂവായിരുന്ന സമയത്ത് നമുക്ക് ഓവറിനെ കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല അല്ലേ? പൂവായിരുന്ന സമയത്ത് പൂവിന് ചുറ്റും സെപ്പൽസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ പെറ്റൽസ് ഉണ്ടായിരുന്നു. പെറ്റൽസിൻ്റെ ഉള്ളിൽ ആ കാർപ്പലിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത്? ഓവറി കാണാൻ പറ്റിയത്. പക്ഷേ ഫ്രൂട്ട് ആകുമ്പോഴേക്ക് ആ ഓവറി വലിയതായിട്ട് നമുക്ക് ഫ്രൂട്ടായിട്ട് കാണാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ അതിന് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ എവിടെ പോയി? അത് ചുറ്റുമുള്ള സാധനങ്ങൾ എന്തായി പോയി? സെപ്പൽസ് ഉണ്ട്, പെറ്റൽസ് ഉണ്ട്, സ്റ്റേമൻസ് ഉണ്ട്. അതൊക്കെ എന്തായി? വിത്തർ ആൻഡ് ഫോൾ ഓഫ്. സൈഗോട്ട് ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ഓവറിക്ക് ചുറ്റുമുള്ള പെറ്റൽസും സെപ്പൽസും സ്റ്റേമൻസ് എല്ലാം ഫോൾ ചെയ്തു പോകും, കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയിട്ട് ഓവറി മാത്രം നിൽക്കും. ആ ഓവറി അതിൻ്റെ ഓവറി വാൾ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട്, ഓവറി വാൾ എന്ന് പറയുന്ന പേരാണ് പെരികാർപ്പ് ഓർ ഫ്രൂട്ട് വാൾ. അത് ആ ഒരു പ്രൊട്ടക്ഷനിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായി മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയും. റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. റിപ്രൊഡക്ഷൻ ഇതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. സുവോളജിക്ക് ആയാലും ബോട്ടണിക് ആയാലും ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ് ഇത്, റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്, ബയോളജിയിലെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ വാട്ട് ഈസ് റിപ്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്രൊഡക്ഷൻ ആൻഡ് ദ ഇവൻറ്റ്സ് ഇൻ ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ, അത്രയുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ മെയിൻ പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ലൈഫ് സ്പാൻ പഠിച്ചു. ലൈഫ് സ്പാൻ, റിപ്രൊഡക്ഷൻ്റെ ഡെഫിനിഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, പിന്നെ ലൈഫ് സ്റ്റേജസ്, ജുവനൈൽ ഓർ വെജിറ്റേറ്റീവ്, പിന്നെ റിപ്രൊഡക്റ്റീവ് ഫേസ്, സെനിസെൻറ്റ് ഫേസ്, ആ ഒരു രീതിയിൽ പഠിച്ചു. പിന്നെ കുറേ ടേംസ്, സീസണൽ ബ്രീഡേഴ്സ്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്, സീസണൽ ബ്രീഡേഴ്സ്, പിന്നെ മെൻസ്ട്രുവൽ സൈക്കിൾ, ഈസ്ട്രസ് സൈക്കിൾ, ആനുവൽ, ബൈനിയൽ, പെരിനിയൽ, ഹെർമാഫ്രോഡൈറ്റ്സ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഗാമറ്റോജെനസിസ്, ഗാമേറ്റ് ട്രാൻസ്ഫർ, പിന്നെ സിംഗമി, പിന്നെ സൈഗോട്ട്, എംബ്രിയോജെനസിസ്, ഇങ്ങനെ കുറേ ടേംസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പം ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചു. താങ്ക് യു.